പ്രിയപ്പെട്ട കുട്ടികളെ, കോവിഡ് നൽകിയ ആഘാതത്തിൽ നിന്നും പതുക്കെ പതുക്കെ തിരികെ വരികയാണ് ലോകം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ഇതിൽ നിന്ന് ഭിന്നമല്ല. ഈ അധ്യയന വർഷത്തിലെ പതിവ് രീതിയിലുള്ള ക്ലാസുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നമുക്ക് നഷ്ടമായി. എന്നിരുന്നാലും ഓൺലൈൻ ക്ലാസ്സിലൂടെയും ഗൂഗിൾ മീറ്റ് തുടങ്ങിയ വഴികളിലൂടെയും പിന്നെ ഫോൺ കോളുകളിലൂടെയും നമ്മൾ അക്കാഡമിക് ചക്രത്തെ മുന്നോട്ട് തന്നെ ചലിപ്പിച്ചു. പിന്നെ ഈ 2 മാസം, അതായത് ജനുവരിയിലും ഫെബ്രുവരിയിലും നേരിട്ട് ക്ലാസുകൾ നടത്തുവാനും ഓൺലൈൻ ക്ലാസുകളിലെ റിവിഷനും സംശയങ്ങൾ തീർക്കലും എല്ലാം നമുക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ പാഠഭാഗങ്ങളിലൂടെയും ഒരു തവണയെങ്കിലും നമ്മൾ കടന്നുപോയി. ഇനി പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. തീർച്ചയായും പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിലുള്ള ഒരു പഠന രീതി, പഠനം പൂർത്തിയാക്കൽ, അത് കഴിഞ്ഞുള്ള അതിന് ഭാഗമായി വരുന്ന ഒരു പരീക്ഷയും ഇത് നമുക്ക് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഓരോ പാഠഭാഗങ്ങളിലെയും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിലെയും ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ്, ഈ ഫോക്കസ് ഏരിയകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. തീർച്ചയായും ഇതെല്ലാം നിങ്ങളുടെ അധ്യാപകർ വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും യാതൊരു ഭയവും കൂടാതെ പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയുമാണ് ഈ റിവിഷൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വരുന്ന പരീക്ഷയുടെ ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ ഒരു രീതി എന്താണ് എന്നും ഓരോ യൂണിറ്റ്സിലെയും ഫോക്കസ് ഏരിയാസും അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുമെന്ന് മനസ്സിലാക്കാം. ഈ വർഷത്തെ ചോദ്യപേപ്പറിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സബ്ജക്ട് NSQF ബേസ്ഡ് ആയതുകൊണ്ട് മാക്സിമം മാർക്ക് 50 ആണ്. 50 മാർക്കാണ് മാക്സിമം മാർക്ക്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഈ വർഷം ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. ചോദ്യപേപ്പറിൽ ABCD എന്ന 4 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഭാഗമായ പാർട്ട് A എന്ന് പറയുന്നത് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 1 മാർക്കിന്റെ 8 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പാർട്ട് എയിൽ 8 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. പാർട്ട് B എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ട് Bയിൽ 12 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടലി പാർട്ട് Bയിൽ 24 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി പാർട്ട് C എന്ന് പറയുന്നതിൽ 3 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ട് സിയിലും 12 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ 36 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും പാർട്ട് സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പാർട്ട് ഡി 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 മാർക്കിന്റെ 8 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ പാർട്ട് ബിയിൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ടോട്ടലി ഉണ്ടായിരിക്കുക. അങ്ങനെ ടോട്ടൽ 100 മാർക്സിന്റെ ചോദ്യങ്ങളായിരിക്കും ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ 100 മാർക്ക് ചോദ്യങ്ങളിൽ 75 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്നും ബാക്കി 25 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ആയിരുന്നുവെങ്കിൽ ഈ വർഷം കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് 20 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഈ 20 മിനിറ്റ് ചോദ്യങ്ങൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന 50 മാർക്കിന്റെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുവാൻ തയ്യാറെടുക്കുവാനും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നന്നായി ഫോക്കസ് ഏരിയ പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിലാണ് ഈ വർഷത്തെ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഓരോ യൂണിറ്റിലെയും ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 1 സ്റ്റഡി ഓഫ് ടെക്സ്റ്റൈൽസ്. ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തേത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാബ്രിക് വീവ്സ്. ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്താണ് വീവിംഗ്. എന്താണ് വീവിംഗ്? 2 സെറ്റ് നൂലുകൾ 90 ഡിഗ്രിയിൽ അഥവാ റൈറ്റ് ആംഗിളിൽ ഇന്റർലേസ് ചെയ്യുന്നത് വഴി ഒരു ഫാബ്രിക് നിർമ്മിക്കപ്പെടുന്നതിനെ വീവിംഗ് എന്ന് പറയുന്നു. അതുപോലെ വാർപ്പ് യാണുകളും വെഫ്റ്റ് യാണുകളും ഇന്റർലേസ് ചെയ്യുമ്പോഴാണ് ഒരു വോവൺ ഫാബ്രിക് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് വാർപ്പ് യാണുകളും വെഫ്റ്റ് യാണുകളും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു തുണിയിൽ നീളത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ലെങ്ത് വൈസ് ആയിട്ട് കിടക്കുന്ന യാണുകളെ അല്ലെങ്കിൽ നൂലുകളെ വാർപ്പ് യാണുകളെന്നും ക്രോസ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ കുറുകെ കിടക്കുന്ന നൂലുകളെ വെഫ്റ്റ് യാണുകളെന്നും പറയുന്നു. വാർപ്പ് യാണുകളും വെഫ്റ്റ് യാണുകളും ഇന്റർലേസ് ചെയ്യുന്ന രീതിയെ ഒരു വീവ് എന്ന് പറയുന്നു. പല രീതിയിൽ നമ്മൾക്ക് ഈ ഇന്റർലേസിങ് ചെയ്യുവാൻ സാധിക്കുമെന്നും അങ്ങനെ പലതരത്തിലുള്ള വീവ് പാറ്റേൺസ് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നും ഒക്കെ നമ്മൾ വിശദമായി തന്നെ പഠിച്ചു. ഇനി പ്രധാനമായിട്ടും ഫാബ്രിക് വീവ്സിനെ തരം തിരിച്ചേക്കുന്നത് എങ്ങനെയാണ്? 2ആയിട്ടാണ് തരം തിരിച്ചേക്കുന്നത്, ബേസിക് വീവുകളും കോമ്പൗണ്ട് വീവുകളും. അപ്പോൾ എന്താണ് ബേസിക് വീവുകൾ? ഘടനയുടെ ആവർത്തനം സൃഷ്ടിക്കുവാനായി ഒരു നിശ്ചിത എണ്ണത്തിൽ കുറയാത്ത വാർപ്പ് യാണുകളും വെഫ്റ്റ് യാണുകളും ആവശ്യമായി വരുന്ന വീവുകളെ ബേസിക് വീവുകൾ എന്ന് പറയുന്നു. എന്താണ് കോമ്പൗണ്ട് വീവ്സ്? നൂലുകളുടെ ഒന്നിലധികം ശ്രേണികൾ ആവശ്യമായി വരുന്ന വീവുകളാണ് കോമ്പൗണ്ട് വീവ്സ്. ഇവിടെ ഒരു കൂട്ടം നൂലുകൾ തുണിയുടെ ബോഡിക്ക് രൂപം നൽകുമ്പോൾ മറ്റേത് ഓർണമെന്റേഷന് രൂപം നൽകുന്നു. ഇനി രണ്ടാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ വീവ്സ് ആൻഡ് ദർ ഡെറിവേറ്റീവ്സ്. സിമ്പിൾ വീവ്സ് അല്ലെങ്കിൽ ബേസിക് വീവ്സിൻ്റെ ഡെറിവേറ്റീവ്സ് പ്രധാനമായും 3 ടൈപ്പാണുള്ളത്: പ്ലെയിൻ വീവ്, ട്വിൽ വീവ്, സാറ്റിൻ വീവ്. ഇവ ഓരോന്നിൻ്റെയും നിർമ്മാണം എങ്ങനെയാണെന്നും പ്രത്യേകതകൾ, ഈ ഓരോ വീവിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്നും ഒക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലെയിൻ വീവും ട്വിൽ വീവും തമ്മിലുള്ള വ്യത്യാസം? പ്ലെയിൻ വീവ് എന്ന് പറയുന്നത് ഒരു വെഫ്റ്റ് യാൺ വാർപ്പ് യാണിൻ്റെ മുകളിൽ കൂടിയും അടിയിൽ കൂടിയും ഒന്നിടവിട്ട് കടന്നു പോകുന്ന വീവുകളെ പ്ലെയിൻ വീവ് എന്ന് പറയുന്നു. ഇത് നിർമ്മിക്കാൻ ഏറ്റവും എളുപ്പവും ചിലവ് കുറഞ്ഞതുമായ വീവാണ് പ്ലെയിൻ വീവ്. എന്നാൽ എന്താണ് ട്വിൽ വീവിന് ഇതിൽ നിന്നുള്ള വ്യത്യാസം അല്ലെങ്കിൽ ട്വിൽ വീവിൻ്റെ പ്രത്യേകത എന്താണ്? തുണിയുടെ പ്രതലത്തിൽ കാണപ്പെടുന്ന ഡയഗണൽ ലൈൻസ് ആണ് ട്വിൽ വീവിൻ്റെ പ്രത്യേകതയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീവിൻ്റെ മുഖമുദ്ര തുടർച്ചയായുള്ള ഓരോ ലൈനിലും വെഫ്റ്റ് യാൺ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നിടവിട്ട് ചാടിച്ചാണ് ഈ ഡയഗണൽ ലൈൻസിന് രൂപം കൊടുക്കുന്നത്. ഇനി സെറ്റീൻ വീവുകൾ എന്താണ്? വാർപ്പ് യാണുകളോ വെഫ്റ്റ് യാണുകളോ ഉപരിതലത്തിൽ മുൻതൂക്കത്തോടെ കാണപ്പെടുന്ന വീവിംഗ് രീതിയാണ് സാറ്റീൻ അല്ലെങ്കിൽ സെറ്റീൻ വീവ്. ഇവയിൽ 4 അതിലധികമോ വെഫ്റ്റ് യാണുകൾ ഒരു വാർപ്പ് യാണിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്നത് സാറ്റിൻ വീവ് എന്ന് പറയുന്നു. ഇനി അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫോളോയിങ് വീവ്സ്. ഇതിൽ തന്നെ നമ്മൾ പ്ലെയിൻ വീവിൻ്റെ 2 വ്യതിയാനങ്ങളും കൂടെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പ്ലെയിൻ വീവിൻ്റെ വ്യതിയാനങ്ങൾ? റിബ്ഡ് വീവും ബാസ്ക്കറ്റ് വീവും. എന്താണ് ഈ 2 വീവുകൾ തമ്മിലുള്ള വ്യത്യാസം? ഇതും നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബാസ്ക്കറ്റ് വീവ്? 2ഓ അതിലധികമോ വെഫ്റ്റ് യാണുകൾ അത്ര തന്നെ എണ്ണം വാർപ്പ് യാണുകളുമായി ഇന്റർലേസ് ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ് ബാസ്ക്കറ്റ് വീവ്. ഫോർ എക്സാമ്പിൾ 2:2, 3:3 എന്നുള്ള പാറ്റേണിലാണ് ബാസ്ക്കറ്റ് വീവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി റിബ്ഡ് വീവ് എന്താണ്? റിബ്ഡ് വീവ് ഇവിടെ സിംഗിൾ യാണുകൾ ഡബിൾ യാണുകളുമായിട്ടോ അല്ലെങ്കിൽ ഫൈൻ യാണുകൾ കോഴ്സ് യാണുകളുമായിട്ടോ ഇന്റർലേസ് ചെയ്യുന്നത് വഴി വാർപ്പിലോ വെഫ്റ്റിലോ ഒരു റിബ്ഡ് ഇഫക്റ്റ് ഫോം ചെയ്യുന്ന വീവുകളെ റിബ്ഡ് വീവ് എന്ന് പറയുന്നു. ഈ എല്ലാ വീവുകളുടെയും കൺസ്ട്രക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ പാറ്റേൺ ഫോർമേഷൻ എങ്ങനെയാണെന്നും നമ്മൾ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാബ്രിക് ഫിനിഷസ്. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചു
എന്താണ് ഒരു ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. വാട്ട് ഈസ് എ ഫിനിഷ്? A finish is anything that is done to a fabric after weaving or knitting to change its appearance and performance. ഒരു തുണിയുടെ അപ്പിയറൻസും അതുപോലെ തന്നെ അതിൻ്റെ യൂട്ടിലിറ്റിയും കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താ തുണിയിൽ ചെയ്താലും അതിനെയാണ് ഒരു ഫിനിഷ് എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ഈസ് എ ഗ്രേ ഫാബ്രിക്? ഗ്രേ ഫാബ്രിക് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു ഫിനിഷും കൊടുക്കാതെ ലൂമിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഫാബ്രിക്കിനെയാണ് ഗ്രേ ഫാബ്രിക് എന്ന് പറയുന്നതെന്നും ഈ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? A fabric, it will be dull in look, it has got wrinkles and it has stains, it is a very cheap fabric and it lacks customer appeal. ഇനി നമ്മളിവിടെ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാബ്രിക് ഫിനിഷസ്. ഫാബ്രിക് ഫിനിഷ് നൽകുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പ്രാധാന്യം? ഒന്നാമത്തേത് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് ദ ഫാബ്രിക്. ഫാബ്രിക്കിൻ്റെ അപ്പിയറൻസ് മാറ്റുക എന്നുള്ളതാണ് ഒരു ഉപയോഗം. ദെൻ ടു ഇംപ്രൂവ് ദ ഫീൽ ആൻഡ് ടച്ച് ഓഫ് ദ ഫാബ്രിക്. ഇറ്റ് മേക്സ് ദ ഫാബ്രിക് മോർ യൂസ്ഫുൾ. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ഡ്രേപ്പിംഗ് എബിലിറ്റി ഓഫ് ദ ഫാബ്രിക്. ദെൻ ഇറ്റ് മേക്സ് ദ ഫാബ്രിക് മോർ യൂസ്. ഇതൊക്കെയാണ് ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി എങ്ങനെയാണ് ഈ ഫാബ്രിക് ഫിനിഷസ് ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഫാബ്രിക് ഫിനിഷസ് ഉള്ളത്. ഒന്ന് മെക്കാനിക്കൽ ഫിനിഷും മറ്റൊന്ന് കെമിക്കൽ ഫിനിഷും. വാട്ട് ഈസ് കെമിക്കൽ ഫിനിഷ്? ദ ഫിനിഷ് ഇൻ വിച്ച് എ കെമിക്കൽ റിയാക്ഷൻ കോസസ് എ പെർമനന്റ് ചേഞ്ച് ഇൻ ദ ഫാബ്രിക്, ദാറ്റ് ഈസ് കോൾഡ് കെമിക്കൽ ഫിനിഷ്. എന്താണ് മെക്കാനിക്കൽ ഫിനിഷ്? ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി ഒരു ഫിസിക്കൽ ചേഞ്ച് ഫാബ്രിക്കിൽ വരുത്തുന്ന ഫിനിഷിനെയാണ് മെക്കാനിക്കൽ ഫിനിഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കെമിക്കൽ ഫിനിഷസും മെക്കാനിക്കൽ ഫിനിഷസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെക്കാനിക്കൽ ഫിനിഷസ്? ലൈക്ക് കലണ്ടറിങ്, ഗ്ലേസിംഗ്, എംബോസിംഗ്, സ്കോറിംഗ്, സ്കിഞ്ചിങ്, ഷിയറിംഗ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെക്കാനിക്കൽ ഫിനിഷസ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കെമിക്കൽ ഫിനിഷസ് എന്ന് പറയുന്നത് മെർസറൈസേഷൻ, ഹീറ്റ് റെസിസ്റ്റൻസ്, ഫ്ലെയിം റെസിസ്റ്റൻസ്, വാട്ടർ പ്രൂഫിംഗ്, ഫയർ പ്രൂഫിംഗ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കെമിക്കൽ ഫിനിഷുകൾ. ഇനി 5ാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ബേസിക് ഫാബ്രിക് ഫിനിഷസ് അലോങ് വിത്ത് ദെയർ യൂസസ്. നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ കെമിക്കൽ ഫിനിഷുകൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഇതും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, പിന്നെ കലണ്ടറിങ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗിവിങ് കലണ്ടറിങ് പ്രോസസ്സ്? എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഒന്ന്, ടു മേക്ക് ദ ഫാബ്രിക് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. ഫാബ്രിക്കിൻ്റെ പ്രതലം വളരെ സോഫ്റ്റും സ്മൂത്തും ആക്കാൻ വേണ്ടി. ടു ഗീവ് ലസ്റ്റർ, അല്ലെങ്കിൽ ആ ഫാബ്രിക്കിനൊരു തിളക്കം കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു സിൽക്ക് ലൈക്ക് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടും. ടു ഫ്ലാറ്റൻ ദ സ്ലബ്സ്, അതായത് തുണിയുടെ പ്രതലത്തിൽ കാണപ്പെടുന്ന ചെറിയ നൂലുകളുടെ കെട്ടുകൾ, സ്ലബ്സ്, അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും. ഇനി മറ്റൊരു ഇത് മെർസറൈസേഷൻ. വാട്ട് ഈസ് ദ നീഡ് ഫോർ, അല്ലെങ്കിൽ മെർസറൈസേഷൻ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് മെർസറൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് ഇംപ്രൂവ്സ് ലസ്റ്റർ, improves strength, improves the affinity for dyes and provides a permanent change to the fabric. അപ്പോൾ ഇതുപോലെ എല്ലാ ഫാബ്രിക് ഫിനിഷുകളുടെയും ഉപയോഗം നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വാട്ട് ഈസ് വീവിങ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ വീവർ? ഹൗ ആർ ദ ഫാബ്രിക് വീവ്സ് ക്ലാസിഫൈഡ്? വാട്ട് ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് പ്ലെയിൻ വീവ്? പിന്നെ ഓരോ വീവിൻ്റെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. രണ്ട് വീവുകൾ തമ്മിലുള്ള, അതായത് പ്ലെയിൻ വീവും ട്വിൽ വീവും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഫാബ്രിക് ഫിനിഷുകൾ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിങ് ഫാബ്രിക് ഫിനിഷസ്? What is a grey fabric and what are the characteristics of grey fabric? What are the objectives of calendering process? What are the advantages of mercerization? What is embossing?
what is cinching. ഇതെല്ലാം ഈ ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റിലെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ യൂണിറ്റ് ഡാട്ട് മാനിപ്പുലേഷൻ. ആദ്യത്തെ ഫോക്കസ് ഏരിയ ഇൻട്രൊഡക്ഷൻ ടു ഡാട്ട് ആൻഡ് ഡാട്ട് മാനിപ്പുലേഷൻ. ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്താണ് ഡാട്ട്, അതായത് ഒരു 2 ഡയമെൻഷണൽ ഫാബ്രിക്കിനെ 3 ഡയമെൻഷണൽ ഇഫക്റ്റ് കൊടുത്ത് ബോഡി കോണ്ടേഴ്സിനനുസരിച്ച് ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫാബ്രിക്കിൽ നൽകുന്ന ചെറിയ ഫോൾഡുകളെയാണ് ഡാട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഡാട്ടുകൾ? പ്രധാനമായും 2 തരത്തിലെ ഡാട്ടുകളാണുള്ളത്. സ്റ്റാൻഡേർഡ് ഡാട്ട് അല്ലെങ്കിൽ സിംഗിൾ പോയിൻറ്റഡ് ഡാട്ടും ഡബിൾ പോയിൻറ്റഡ് ഡാട്ടും. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്നും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഡാട്ട് മാനിപ്പുലേഷൻ? ഒരു പാറ്റേണിൽ ഡാട്ടിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ലൊക്കേഷൻ ഒരു ഇടത്തു നിന്ന് മറ്റൊരു ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡാട്ട് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഡാട്ട് ലൊക്കേഷനുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ മെത്തേഡ്സ് ഓഫ് ഷിഫ്റ്റിംഗ് എ ഡാട്ട്. ഡാട്ട് മാനിപ്പുലേഷൻ്റെ പ്രധാനപ്പെട്ട 2 രീതികൾ അല്ലെങ്കിൽ ഒരു ഡാട്ടിൻ്റെ പൊസിഷൻ, ലൊക്കേഷൻ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുന്നത് പ്രധാനമായും 2 രീതികളിലൂടെയാണെന്ന് പഠിച്ചു. സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡും പിവറ്റ് മെത്തേഡ് അല്ലെങ്കിൽ പിവറ്റൽ ട്രാൻസ്ഫറും. മൂന്നാമത്തേത് സ്റ്റെപ്സ് ഓഫ് മാനിപ്പുലേറ്റിംഗ് ഡാട്ട് യൂസിങ് പിവറ്റ് മെത്തേഡ്. എങ്ങനെ പിവറ്റ് മെത്തേഡ് വഴി നമുക്കൊരു ഡാട്ടിൻ്റെ പൊസിഷൻ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റാമെന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വാട്ട് ഈസ് ഡാട്ട് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാട്ട്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡാട്ട് അല്ലെങ്കിൽ സിംഗിൾ പോയിൻറ്റഡ് ഡാട്ട് ആൻഡ് ഡബിൾ പോയിൻറ്റഡ് ഡാട്ട്? വാട്ട് ഈസ് ഡാട്ട് മാനിപ്പുലേഷൻ? വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഡാട്ട് ലൊക്കേഷൻസ്? അതുപോലെ തന്നെ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഷിഫ്റ്റിംഗ് ഡാട്ട് അല്ലെങ്കിൽ വേരിയസ് മെത്തേഡ്സ് ഓഫ് ഡാട്ട് മാനിപ്പുലേഷൻ. പിന്നെ ഹൗ വി ക്യാൻ ട്രാൻസ്ഫർ എ വേസ്റ്റ് ഡാട്ട് ടു മിഡ് നെക്ക് അല്ലെങ്കിൽ മിഡ് ഷോൾഡർ. ഏതൊരു ഭാഗത്ത് വേസ്റ്റിൽ നിന്നും ഏതൊരു ഭാഗത്തോട്ട് ഡാട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയും, അതായത് പിവറ്റൽ മെത്തേഡ് വഴി ഡാട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയും ചോദിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. യൂണിറ്റ് 3 ഡ്രാഫ്റ്റിംഗ്, കട്ടിംഗ് ആൻഡ് സ്വീയിങ് പ്രോസസ്സ്. ഈ പാഠഭാഗത്തിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഡ്രാഫ്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ചുരിദാർ പൈജാമയും രണ്ടാമത്തേത് ഡ്രാഫ്റ്റിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് അംബർല സ്കേർട്ടും. ഈ 2 ഗാർമെൻസിൻ്റെയും ഡ്രാഫ്റ്റിങ്ങും കൺസ്ട്രക്ഷൻ മെത്തേഡുമാണ് പ്രധാനമായും ഈ ഭാഗത്ത് ഉള്ളത്. ഇനി ഇതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ 2 ഗാർമെൻറ്റിൻ്റെയും മെഷർമെൻറ്റ്, സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ചോദിക്കാം. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിങ്ങും കൺസ്ട്രക്ഷൻ പ്രൊസീജിയറും ചോദിക്കാവുന്നതാണ്. യൂണിറ്റ് 4 ഫിറ്റിംഗ് ഡിഫക്ട്സ് ആൻഡ് റെമഡീസ്. ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർ ഫിറ്റിംഗ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിറ്റിംഗ്. ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും പഠിച്ചത് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൽ ഫിറ്റഡ് ഗാർമെൻറ്റ്. ഒരു ഇൽ ഫിറ്റഡ് ഗാർമെൻറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കെയർലെസ് ഡിസൈൻ, പുവർ ഡ്രാഫ്റ്റിംഗ് ആൻഡ് കട്ടിംഗ്, പുവർ കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് ഒരു ഇൽ ഫിറ്റഡ് ഗാർമെൻറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിറ്റിംഗ്. ഒരു നല്ല ഫിറ്റഡ് ഗാർമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചു 5 ഘടകങ്ങൾ നമ്മൾ പ്രധാനമായും പഠിച്ചു. ദാറ്റ് ഈസ് ഈസ്, സെറ്റ്, ലൈൻ, ബാലൻസ് ആൻഡ് ഗ്രെയിൻ. ഈസ് റെഫേഴ്സ് ടു ദ ലൂസ്നെസ് ഓഫ് എ ഗാർമെൻറ്റ്. അതായത് ഒരു ഗാർമെൻറ്റിൻ്റെ ലൂസ്നെസ്സിനെ കാണിക്കുന്നതാണ് ഈസ്. പ്രധാനമായും 2 തരത്തിലുള്ള ഈസാണുള്ളത്, വെയറിംഗ് ഈസ് ആൻഡ് ഡിസൈൻ ഈസ്. ദെൻ സെറ്റ്. Set refers to how well the garment fit to the contours of a body without wrinkles.
ഒരു ചുളിവുകളുമില്ലാതെ ഒരു ഗാർമെൻറ്റ് എത്ര നന്നായിട്ട് നമ്മുടെ ബോഡി കോണ്ടോഴ്സിനോട് ചേർന്ന് കിടക്കുന്നു അതിനെ കാണിക്കുന്നതാണ് ഈസ്. അത് എത്ര നന്നായിട്ട് വരുന്നു അത്രയും ഫിറ്റായിരിക്കും ഗാർമെൻറ്റ്. ദെൻ ലൈൻ. നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറൽ ലൈൻസും ഗാർമെൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ലൈൻസ് അല്ലെങ്കിൽ സീം ലൈൻസും എത്ര നന്നായിട്ട് അലൈൻ ചെയ്തു വരുന്നു അത്രയും ആ ഗാർമെൻറ്റിൻ്റെ ഫിറ്റ്നസ് നന്നായിരിക്കും. അതുപോലെ തന്നെ ബാലൻസ്. ബാലൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാർമെൻറ്റ് ആൻഡ് ദ വെയറർ. ഒരു ഗാർമെൻറ്റും അത് ധരിക്കുന്ന ആറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഗാർമെൻറ്റും അതിൻ്റെ ഓരോ കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ പാർട്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ആ റിലേഷൻഷിപ്പ് എത്രത്തോളം നന്നായിരിക്കും അത്രയും ഗുഡ് ഫിറ്റിംഗ് ആയിരിക്കും ആ ഗാർമെൻറ്റിനുള്ളത്. അതുപോലെ തന്നെ ഗ്രെയിൻ. It refers to the lengthwise and crosswise threads from which the woven fabric is constructed. അതായത് ഒരു പാറ്റേൺ വെച്ച് നമ്മളൊരു തുണി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഓൺ ഗ്രെയിൻ ആയിരിക്കണം. ഓഫ് ഗ്രെയിനിൽ വന്നാൽ അത് തുണിയുടെ ഫിറ്റ്നസ്സിനെ ബാധിക്കും. സോ ദീസ് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിറ്റിംഗ്. ഇനി ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൽ ഫിറ്റഡ് ഗാർമെൻറ്റ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ ഫിറ്റിംഗ് ഓഫ് എ ഗാർമെൻറ്റ്. പിന്നെ വാട്ട് ഈസ് ഈസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈസ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെയറിംഗ് ഈസ് ആൻഡ് ഡിസൈൻ ഈസ്, what is the importance of set in garment fitting. പിന്നെ write about line അല്ലെങ്കിൽ the impact of line on fitting of a garment. What is grain, how does it affects the fitness of a garment. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അടുത്ത യൂണിറ്റ് 5 ഇൻട്രൊഡക്ഷൻ ടു ഫിനിഷിംഗ് ഓഫ് ഗാർമെൻറ്റ്സ്. ഇതിലാദ്യത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫിനിഷിംഗ് ഓഫ് ഗാർമെൻറ്റ്സ് ഇൻ എ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഒരു ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന വിവിധ പ്രോസസ്സുകൾ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അവിടെ നടക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇതിൽ നമ്മൾ വിശദമായി പഠിച്ചത്. അതൊരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ തന്നെ നമ്മൾ ആ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസും നമ്മൾ പഠിച്ചു. രണ്ടാമത്തേത് ഇമ്പോർട്ടൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ലേബിൾസ്. എന്താണ് ലേബിൾസ്? വസ്ത്രങ്ങളിൽ ഉള്ള പ്രാധാന്യം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ലേബലുകൾ ഏതൊക്കെയാണ്, വസ്ത്രങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള ലേബലുകൾ ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. പ്രധാനമായും 2 തരത്തിലുള്ള ലേബലുകളാണുള്ളത്, മെയിൻ ലേബൽ ആൻഡ് സബ് ലേബൽ. മെയിൻ ലേബൽ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരോ ലോഗോയോ കാണിക്കുന്ന ലേബലാണ് മെയിൻ ലേബൽ. സബ് ലേബൽ എന്ന് പറയുന്ന ഒറ്റ ഒരു ലേബലല്ല, അതിൻ്റെ കീഴിൽ പല ലേബലുകൾ വരുന്നു. ലൈക്ക് കെയർ ലേബൽ, പ്രൈസ് ലേബൽ, സൈസ് ലേബൽ, ഫ്ലാഗ് ലേബൽ, കോമ്പോസിഷൻ ലേബൽ, മാനുഫാക്ചറേഴ്സ് ലേബൽ, ഇതെല്ലാം സബ് ലേബലിൻ്റെ കീഴിൽ വരുന്നതാണ്. ഈ ഓരോ ലേബലിൻ്റെയും പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, കെയർ ലേബൽ. ഒരു വസ്ത്രം അതിൻ്റെ എത്ര ഡ്യൂറബിലിറ്റി അത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത് എത്ര കെയർ നമ്മൾ ആ വസ്ത്രത്തിന് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എങ്ങനെ ഒരു വസ്ത്രം സൂക്ഷിക്കണം അല്ലെങ്കിൽ എന്തെല്ലാം കെയർ ആ വസ്ത്രത്തിന് കൊടുക്കണം, അത് വാഷ് ചെയ്യുമ്പോൾ, അത് അയൺ ചെയ്യുമ്പോൾ, അത് ഉണങ്ങാനിടുമ്പോൾ, അത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ, ഈ എല്ലാ കാര്യങ്ങളും കെയർ ലേബലിൽ ഉണ്ടായിരിക്കും. ഇതുപോലെ ഓരോ ലേബലിൻ്റെ പ്രാധാന്യവും നമ്മൾ വിശദമായി തന്നെ പഠിച്ചു. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ലൈക്ക് ഫിനിഷിംഗ് ഓഫ് ഗാർമെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ്, അവിടെ നിന്ന് ഏത് യൂണിറ്റിലെയും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങളിൽ ലേബലുകളുടെ പ്രാധാന്യം എന്താണ്, ഏതൊക്കെയാണ് വിവിധ തരങ്ങളിലുള്ള ലേബലുകൾ, ഓരോ ലേബലിൻ്റെയും പ്രാധാന്യം എന്താണ്, ഇതൊക്കെ ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. യൂണിറ്റ് 6 ഹസാർഡ് സേഫ്റ്റി മെഷേഴ്സ് ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് അറ്റ് വർക്ക് പ്ലേസ്. ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഹസാർഡ്സ് ഇൻ എ മാനുഫാക്ചറിങ് യൂണിറ്റ്. ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഒരു ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്, ആ അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, എന്ത് പ്രിക്കോഷൻസ് എടുത്താൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഏരിയയിൽ പഠിച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട അപകടങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹസാർഡ്സ്, ഫയർ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഹസാർഡ്സ്. ഈ ഓരോ ഹസാർഡ്സും ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ഹസാർഡ്സ്, ഇപ്പം ഒരു വസ്ത്രനിർമ്മാണശാലയിൽ ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് പുവർ ലൈറ്റിംഗ് അല്ലെങ്കിൽ ലോ ലൈറ്റ്. അതായത് ഒരു വസ്ത്രനിർമ്മാണശാലയിൽ മെയിനായിട്ട് നമ്മൾ തയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം സൂചി കോർക്കാൻ ഇതിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ ഈ ലൈറ്റിംഗ് പ്രോപ്പറായിട്ടില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലോ ലൈറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് അപകടങ്ങൾ അല്ലെങ്കിൽ സൂചി കൈ കൊള്ളാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പം അതാണ് ഒരു കാരണം. പിന്നെ നോ അഡിക്വേറ്റ് വെന്റിലേഷൻ, പ്രോപ്പർ വെന്റിലേഷൻ ഇല്ല എങ്കിൽ തുണികൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ കോട്ടൺ മുതലായ സാധനങ്ങൾ ഒരുപാട് പൊടിയൊക്കെ അവിടെ കാണും. അല്ലെങ്കിൽ ഇപ്പോൾ തുണി കട്ട് ചെയ്യുമ്പോഴൊക്കെ തുണിയിൽ നിന്ന് വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ആ ഫൈബറിൻ്റെ പാർട്ടിക്കിൾസ്, ഇതൊക്കെ സ്ഥിരമായിട്ട് പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലാതെ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരുന്നാലും ഫിസിക്കൽ ഹസാർഡ്സ്, നമുക്ക് ഒരുപാട് അലർജി മാതിരിയുള്ള ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകുന്നു. ദെൻ പ്രൊലോങ്ഡ് സിറ്റിംഗ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ നമ്മൾ ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെഷീൻ അറേഞ്ച്മെൻറ്റ്സ് ഇല്ല എങ്കിൽ, അതായത് മെഷീൻ്റെ ഹൈറ്റൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല എങ്കിലും, പിന്നെ ലോഡൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതിനുള്ള പ്രോപ്പർ സംവിധാനങ്ങളില്ലെങ്കിലും ഒക്കെ നമുക്ക് ഫിസിക്കൽ ഹസാർഡ്സ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫയർ ഹസാർഡ്സിനുള്ള കാരണങ്ങളെന്ന് നോക്കാം. അതായത് പിന്നെ ആ സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഫയറും സ്മോക്ക് അലാം ബെൽസൊക്കെ ഇല്ല എങ്കിൽ, അതുപോലെ തന്നെ ബെല്ലുകൾ ഉള്ളത് അലാം ബെൽസൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിലും, പിന്നെ ഫയർ എക്സിറ്റുകളും അതുപോലെ എമർജൻസി സ്റ്റെയർകേസുകളൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിലും, പിന്നെ ഗ്യാതറിംഗ് പ്ലേസസൊക്കെ ഇല്ല എങ്കിലും ഒക്കെയാണ് ഫയർ ഹസാർഡ്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫയർ ഹസാർഡ്സ് ഒക്കെ ഒഴിവാക്കുവാൻ സാധിക്കും. അതുപോലെ ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാകാനുള്ള മെയിൻ കാരണങ്ങളെന്ന് പറയുന്നത് മൈക്രോബ്സ്, അതായത് ഫംഗസ്, അതുപോലെ തന്നെ ബാക്ടീരിയ, ഇതൊക്കെയാണ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അതുപോലെ ആനിമൽസിൽ നിന്ന്, പ്ലാന്റ്സിൽ നിന്ന് ഒക്കെ നമുക്ക് മൈക്രോബിയൽ ഹസാർഡ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണമെന്നുള്ളതാണ്. അതായത് അഡിക്വേറ്റ് വെന്റിലേഷൻ വേണം, പിന്നെ നമ്മൾ വർക്കിംഗ് ഏരിയ വളരെ ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സോസ്റ്റ് ഫാൻസ് ഒക്കെ ഉപയോഗിക്കണം, ഹൈജീനിക് ആയിട്ടുള്ള വാഷ്റൂംസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബയോളജിക്കൽ ഹസാർഡ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ ഒരു കെമിക്കൽ ഹസാർഡ്സ്, ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കെമിക്കൽസ് നമ്മളവിടെ വർക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് പ്രിൻറ്റിങ്ങിന്, ഡൈയിങ്ങിന്, അതുപോലെ തന്നെ വാഷിംഗ് ഏരിയയിൽ സ്റ്റെയിൻ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, പലതരത്തിലുള്ള കെമിക്കൽ ഹസാർഡ്സ്
ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കെമിക്കൽസ് ഉപയോഗിക്കാനുള്ള പിന്നെ ട്രെയിനിങ് വർക്കേഴ്സിന് കൊടുക്കാം. അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് ലൈക്ക് പ്രോപ്പർ ഗ്ലൗസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ കെമിക്കൽ ഹസാർഡ്സൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, ഒരുപാട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമാണ് ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പം തെറ്റായ രീതിയിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ കേടായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഓഫ് ചെയ്ത് എന്ന് വിചാരിച്ച് അതിനടുത്ത് നിന്ന് നമ്മൾ ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിലും, അതുപോലെ തന്നെ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ പിന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ കൊണ്ടാണ് കൂടുതലും ഇലക്ട്രിക്കൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് പിന്നെ അപകടങ്ങൾ സംഭവിച്ചാൽ പിന്നെ ക്രിട്ടിക്കലായിട്ട് എമർജൻസി അലാംസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ് വർക്കേഴ്സിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ വർക്ക് ടെക്നിക്സിൻ്റെ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്രോപ്പറായിട്ട് വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അപകടങ്ങളൊക്കെ ഒരു പരിധിയിൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെയുള്ള സംഭവിക്കാവുന്ന ഒരു ഹസാർഡ് എന്ന് പറയുന്നതാണ് സൈക്കോളജിക്കൽ ഹസാർഡ്. ഇത് മെയിനായിട്ട് ബോറിംഗ് വർക്ക്, അതുപോലെ ഓവർ സ്ട്രെസ്, പിന്നെ ലോ പേയ്മെൻറ്റ്, വളരെ തുച്ഛമായ പിന്നെ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുക, റെക്കഗ്നിഷൻ കിട്ടാതെ വരിക, അതുപോലെ പ്രൊഡക്ഷൻ പ്രഷർ, ജോബിലുള്ള ഇൻസെക്യൂരിറ്റി, ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഹസാർഡ്സിനൊക്കെയുള്ള കാരണങ്ങൾ. പിന്നെ അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ടൈലറിംഗ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അതായത് ഒരു വർക്ക് പ്ലേസ് പിന്നെ ക്ലീനായിട്ട് ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് അതാണ് ഒരു പോർഷൻ. പിന്നെ ഓരോ സ്വീയിങ് എക്യുപ്മെൻറ്റ്സും ക്ലീൻ ചെയ്ത് എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുമുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്വീയിങ് മെഷീൻ അത് എങ്ങനെ ക്ലീൻ ചെയ്യണം, റെഗുലറായിട്ട് എങ്ങനെ ഓയിൽ ചെയ്യണം, അതിൽ വരുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യണം, ഇതിനൊക്കെയുള്ള അറിവ് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ സിസേഴ്സ്, നീഡിൽസ്, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ക്ലീൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. പിന്നെ ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിനായിട്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ഇൻ എ ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്, അതുപോലെ തന്നെ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഫിസിക്കൽ ഹസാർഡ്സ്, what are the reasons for electrical hazards, reasons for fire hazards, ബയോളജിക്കൽ ഹസാർഡ്സ്. അങ്ങനെ ഏത് ഹസാർഡും ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഫോർ അവോയ്ഡിങ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, precautions for avoiding fire hazards, precautions for avoiding psychological hazards, biological hazards. ഇതെല്ലാം ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഇൻ എ വർക്ക് പ്ലേസ്, അതുപോലെ ഹൗ ടു മെയിൻറ്റെയിൻ പിന്നെ ടൈലറിംഗ് ടൂൾസ് ലൈക്ക് സ്വീയിങ് മെഷീൻ, സിസേഴ്സ്, നീഡിൽസ്, ഇതൊക്കെ ഈ പാഠഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ 6 യൂണിറ്റിലെയും ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്നും ഈ ഓരോ യൂണിറ്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്നായിട്ട് ഈ ഏരിയാസ് എല്ലാം തന്നെ പഠിച്ച് നന്നായി പരീക്ഷ എഴുതുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.